മക്കളെ, അങ്ങനെ നമ്മുടെ സേ എക്സാം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്സിന്റെ സേ എക്സാം ആയിരുന്നു. സോ എല്ലാ മക്കൾക്കും അവർക്ക് വേണ്ട, ഓരോരുത്തർക്കും വേണ്ട മാർക്ക് നേടാൻ ഇന്നലത്തെ എക്സാമിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം പബ്ലിക് എക്സാമിനെ അപേക്ഷിച്ച് വളരെ സിമ്പിളായ രീതിയിലായിരുന്നു നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയും ടഫായിട്ടുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതായത് സേ മക്കൾക്കും ഇമ്പ്രൂവ്മെന്റ് മക്കൾക്കും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നലെ മാത്സിന്റെയും കൊമേഴ്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മുടെ ബാച്ചിലെ മക്കളാണെങ്കിൽ തന്നെ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ എന്നെ വിളിക്കുകയും വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു. സാറേ, നമ്മൾ വിചാരിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ വരികയുണ്ടായി. അതുപോലെ തന്നെ തലേദിവസം ലൈവിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ അല്ലേടാ, കറക്റ്റ് 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, പിന്നെ നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ എല്ലാം അതേപോലെ തന്നെ എക്സാമിന് വരികയുണ്ടായി. നമ്മുടെ ലൈവ് കണ്ട മക്കൾക്കും സന്തോഷം ഉണ്ടായിട്ടുണ്ട്. സോ ഞാനും വളരെ സന്തോഷത്തിലാണ്. ഇത്രയും 1 മാസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഞാനും. നിങ്ങളെപ്പോലെ തന്നെ അത്രയധികം കഷ്ടപ്പാടുകൾ എനിക്കുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ ബാച്ചിലെ ഫിനിഷ് ബാച്ചിലെയും കൗണ്ട് ഡൗൺ ബാച്ചിലെയും മക്കൾക്ക് മനസ്സിലാവും ഓരോ ദിവസവും എത്രത്തോളം കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയത് ഞാനും എൻ്റെ മക്കളും. അപ്പോൾ അതിനൊരു വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ. കാരണം ആ കഷ്ടപ്പാടിന് ഫലമുണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി അടുത്തായിട്ട് അക്ഷമയുടെ കാത്തിരിക്കുന്നത് അതിൻ്റെ ആൻസേഴ്സ് ശരിയാകുമോ, റിസൾട്ട് എന്ന് വരും, ഈ ഒരു കാര്യത്തിനാണ്. റിസൾട്ട് വരുന്നതിൻ്റെ കാര്യം ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ. വരുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാത്സിൻ്റെ സയൻസ് കുട്ടികളുടെ ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാം. കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നോട് കുറേ കുട്ടികൾ, ബാച്ചിലെ മക്കൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സാർ ഈ ആൻസർ ശരിയാണോ, ഇതിങ്ങനെയാണോ, അതിങ്ങനെയാണോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരവായിക്കോളും ഇതിലൂടെ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മക്കളെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സയൻസ് കുട്ടികളുടെയാണേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് മെട്രിക്സിൽ നിന്നായിരുന്നു. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ കറക്കി കുത്തി കാണും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്യൂ സിമെട്രി മെട്രിക്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. സോ ബി ആണ് ഇതിൻ്റെ ഓപ്ഷൻ. സോ ഞാനിവിടെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കീയിൽ ആൻസറിനെ എഴുതിയിട്ടുണ്ട് മക്കളെ. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ആൻസർ സ്ക്യൂ സിമെട്രിക് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ബി പാർട്ട് നമ്മൾ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ബാച്ചിലെ മക്കൾക്ക് മനസ്സിലാവും. അതേ ക്വസ്റ്റ്യൻ, നമ്പർ പോലും മാറിയിട്ടുണ്ടോ സംശയമുണ്ട്. a² - ka = 2i. കെ കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് എന്തായാലും ഈ 1 മാർക്ക് ചിലപ്പോൾ ചിലവർക്ക് കറക്കി കുത്തി നഷ്ടപ്പെട്ട് കാണുമെങ്കിലും ഈ 2 മാർക്ക് ഉറപ്പായിട്ടും സേവ് ചെയ്ത് കാണും. ഇതിൻ്റെ കെയുടെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. a² എന്ന് പറയാൻ 30, 49, 14, 23. കെ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ ആയിരിക്കും വേണ്ടത്. കെയുടെ വാല്യൂ 7 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ആൻസർ ശരിയാണ്. വേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇന്നലെ എഴുതിയതുകൊണ്ട് ഓർമ്മയിൽ നിന്ന് പോയി കാണത്തില്ല. സോ കെയുടെ ആൻസർ 7 ആണ്. സിമ്പിളായിട്ട് കിട്ടിക്കാണും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെയിം മോഡല് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. ഞാൻ ഇതിൻ്റെ ആൻസർ കീ നമ്മുടെ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിൽ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ. എന്നിന് പകരം എക്സ് ആണെന്നേ ഉള്ളൂ, ഇവിടെ N ആണ്. സോ ഇതിൻ്റെ ആൻസർ 1-2 ആണ്, പക്ഷെ 1-1 അല്ല എന്നാണ് ആൻസർ. അപ്പോൾ ബി ആണ് ഇതിൻ്റെ ഓപ്ഷൻ. അതിൻ്റെ ബി പാർട്ട് സിമ്പിൾ ആയിരുന്നു. mod x + 2 അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനാണ്. സോ mod x + 2ൻ്റെ ഗ്രാഫ് ഇങ്ങനെ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരച്ചതിന് ശേഷം റേഞ്ച് എഴുതി കഴിഞ്ഞാൽ റേഞ്ച് 2 തൊട്ട് മുകളിലേക്കാണ്. 2 to infinity ആണ് ഇതിൻ്റെ റേഞ്ച്. സോ റേഞ്ച് ഇങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. നെക്സ്റ്റ് നമ്മുടെ എന്തായിരുന്നടാ, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ വളരെ സിമ്പിളായിട്ട് കിട്ടും. അതിൻ്റെ എ പാർട്ടിനകത്ത് 5π/6. ഓക്കെ, ആൻസർ 5π/6 എന്ന് കിട്ടും. ബി പാർട്ട് ഇച്ചിരി ടഫായിരുന്നു. സോ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിച്ച മക്കൾക്കാണെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. നമ്മുടെ ഓൾറെഡി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ആൻസർ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ്. സോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. cos x-നെ cos² x/2 - sin² x/2 എന്ന് കൊടുത്തു. 1-ന് പകരം cos² x/2 + sin² x/2 എന്ന് കൊടുത്തു. ഈ sin x-ന് പകരം 2 sin x/2 cos x/2. സോ ഇത് a - b² എന്ന ഫോം ആകും. മുകളിലത്തെ ഓരോന്ന് വെട്ടിക്കളയും. മുകളിൽ a² - b² എന്ന ഫോമാണ്. കുറേ പേര് ഇത് എഴുതി കാണും കേട്ടോ. ഇത് സെയിം മക്കൾ എന്തായാലും എഴുതി കാണത്തില്ല, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇത് a + b × a - b എന്ന് എഴുതി വെട്ടിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ എഴുതി വരുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ π/4 + x/2 എന്ന് കിട്ടിക്കാണും. വളരെ കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബിലോ. സോ സിമ്പിൾ ആണ് ഇത്. പലരും mod sin x എന്ന് തെറ്റിദ്ധരിച്ച് കാണും, പക്ഷേ ഇതിൻ്റെ ആൻസർ mod cos x ആണ്. സോ ഓപ്ഷൻ എ പാർട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള mod cos x ആണ്. കറക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
രണ്ടാമത് ചോദിച്ചത് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ചെക്ക് ചെയ്യാനാണ്. വളരെ എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, കോസ് എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിന്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് അത് കണ്ടിന്യൂസ് ആണെന്ന് എഴുതാം. ഇനി ഇത് ഡിഫറൻഷ്യബിൾ അല്ല, കാരണം എന്താണ്, ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് ഈ π/2 മൾട്ടിപ്പിൾ, ഓഡ് π/2 മൾട്ടിപ്പിൾ, അതായത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ മക്കളെ, ഇവിടെ π/2, 3π/2, -π/2 അവിടെയൊക്കെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്, കൂർത്തിരിക്കുന്നുണ്ട് അല്ലേ. ആ ഷാർപ്പ് എഡ്ജ് വരുന്ന സ്ഥലത്ത് അത് ഡിഫറൻഷ്യബിൾ ആകത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് അവിടെ ഡിഫറൻഷ്യബിൾ അല്ലെന്ന് സിമ്പിളായിട്ട് എഴുതി വെക്കാം. ഓക്കെ. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഇൻ ആർ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആകാത്തത് ഏതാണ്? ആൻസർ ഡി ആണ്. കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കറക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാം. എന്തായാലും ഒരു ചാൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഡി പാർട്ട് 4 - x ആണ് ആൻസർ. ഓക്കെ. ഇനി ഫൈൻഡ് ദി ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ. മക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് സൂം ചെയ്ത് നോക്കാം. ഇന്റർവെൽസ് കണ്ടുപിടിക്കാനാണ്. സോ f(x) = 3x - 3x² - 24x എന്നാണ്. f' x കണ്ടുപിടിച്ചു. സോ x = 4 എന്ന് കിട്ടും. അപ്പോൾ 4ന്റെ ഇപ്പുറത്ത് നെഗറ്റീവും 4ന്റെ അപ്പുറത്ത് പോസിറ്റീവ് ആണ്. സോ ഫംഗ്ഷൻ ഡിക്രീസിങ് ഓൺ -∞ to 4ഉം ഫംഗ്ഷൻ ഡിക്രീസിങ് ഓൺ -∞ to 4ഉം ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓൺ 4 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. സോ അത് അങ്ങനെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റത്തത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് എഴുതാം, 0 ആണ് ആൻസർ. ചുമ്മാ കറക്കി കുത്തി 0 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. രണ്ടാമത്തത് ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. ഇന്റഗ്രൽ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. ശരിക്കും ഈ ബി പാർട്ടും സി പാർട്ടും പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ട് e⁻x × f(x) × f'(x) എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ e⁻x × f(x), അതായത് e⁻x × 1/x എന്ന് ഒരു ആൻസർ. അതിന്റെ അടുത്തതും ഇതേപോലെ തന്നെ 1/x + x log x എന്നാണ്. ആ എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/x × 1 + log x എന്ന് വരും. ഈ എക്സ് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 1/x എന്ന് എഴുതാം. എന്ത് വരും? താഴത്തതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. സോ ആൻസർ ലോഗ് മോഡ് 1 + log x എന്ന് എഴുതാം. സിമ്പിൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വെക്ടറിൽ നിന്നായിരുന്നു. സോ ചിലവർ തെറ്റിച്ചാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, സ്റ്റെപ്പ് വേണമെന്നില്ല. മാഗ്നിറ്റ്യൂഡ് എ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ബി തന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് വെക്ടറിന്റെ, അതായത് a × b ഒരു യൂണിറ്റ് വെക്ടറാണ് തന്നിട്ടുണ്ട്. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ മോഡ് a × b എന്ന് പറയുമ്പോൾ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എന്ന് അറിയാം. അതിനകത്ത് നിന്ന് മോഡ് എയും മോഡ് ബിയും മോഡ് a × bക്കും വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/√2 = സൈൻ തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റയുടെ വാല്യൂ 1/√2 കിട്ടുന്നത് 45 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/4 എന്ന് എഴുതാം. ഓക്കെ. ഇതിന് രണ്ടാമത്തെ പ്രൊജക്ഷൻ ആണ്. ഇതെല്ലാവരും സേവ് മക്കൾ ഉൾപ്പെടെ എല്ലാവരും ശരിയാക്കി കാണും, കാരണം പ്രൊജക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ മക്കളെ, മാർക്ക് കിട്ടിക്കോളും. a.b/mod b എന്നാണ്. a.b കണ്ടുപിടിക്കുക, -8 കിട്ടും. മോഡ് ബി എന്ന് പറയുമ്പോൾ √29 കിട്ടും. സോ -8/√29 ആണ് നമ്മുടെ ആൻസർ. പ്രൊജക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്നാണ്. 8 മാർക്കിന്റെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലവർ കൺഫ്യൂഷൻ ആയി കാണും. അവർ തന്നിരിക്കുന്നത് ഈ സാധനം തന്നിട്ടുണ്ട്, p(a) + p(b) - p(a)∩b എന്ന് പറയുന്നത് p(b) എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സിമ്പിൾ ആണ്, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഞാൻ തന്നിരിക്കുന്നത് അതേപോലെ എടുത്തെഴുതി. ഇതിൻ്റെ അന്ന് p(b) ഇപ്പുറത്തേക്ക് എടുത്തു. p(b) ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? p(b) ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ p(b) ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് -p(b) ആയി. സോ p(b)യും p(b)യും കട്ട് ചെയ്ത് കളയാം, 0 കിട്ടും. അപ്പോൾ p(a) = p(a)∩b എന്ന് കിട്ടി. ഇനി p(b) given a എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് p(a)∩b / p(a). മുകളിൽ p(a) എന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാം. മുകളിലത്തതും p(a)ക്ക് ഈക്വൽ ആണ്. അപ്പോൾ p(a/p(a) എന്ന് കിട്ടും. കട്ട് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള b given a = 1 എന്നുള്ള അതാണ് ആൻസർ. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് p(b) കണ്ടുപിടിക്കാനാണ്. സോ p(a)യും p(a)∪b തന്നിട്ടുണ്ട്. p(b) കണ്ടുപിടിക്കുക. p(a)∩b എന്ന് പറയുമ്പോൾ p(a) × p(b) എന്ന് അറിയാം. കാര്യം എന്താണ്? അത് ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് p(a)∪b ഇക്വേഷൻ ഇല്ലടാ മക്കളെ. p(a) + p(b) - p(a)∩b എന്ന് എഴുതി. a∪b ഇട്ട് കൊടുത്തു, p(a) ഇട്ട് കൊടുത്തു. p(a)∩bക്ക് പകരം p(a) × p(b) എന്ന് എഴുതി. കാരണം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. ഇച്ചിരി വളഞ്ഞു പിടിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചിലരെങ്കിലും അറ്റൻഡ് ചെയ്ത് കാണും. 1/3 ഇപ്പുറത്തേക്ക് എടുക്കുക, LCM എടുക്കുക. അപ്പോൾ അത് 1/6 എന്ന് കിട്ടും. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് p(b) ഉണ്ടല്ലേ. ഇവിടെ p(a)ക്ക് പകരം 1/3 ഇട്ട് കൊടുത്തു. ഇവിടെയും p(b) ഉണ്ട്, ഇവിടെയും p(b) ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ അത് 1 - 1/3 എന്ന് കിട്ടി. കുറയ്ക്കുമ്പോൾ 2/3 എന്ന് കിട്ടും.
ഈ 2/3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക, അതായത് 3/2 എന്നാകും, റെസിപ്രോക്കൽ ആകും. 3യും 6ഉം കൂടെ കട്ട് ചെയ്ത് കളയാം. സോ 1/4 എന്ന് കിട്ടും പി ഓഫ് ബി. ചിലർക്കെങ്കിലും ശരിയായി കാണും. നെക്സ്റ്റ് അടുത്ത സെക്ഷനാണ് 4 മാർക്കിന്റെ സെക്ഷനാണ്. 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് 6 എണ്ണം എഴുതിയാൽ മതി. സിമ്പിൾ ആണ്. ഇവിടെ ചോദിച്ചത് ഇതേപോലത്തെ എക്സ് മൈനസ് വൈ ഇൻഡിജർ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. y മൈനസ് എക്സ് ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ അതിന്റെ റിലേഷൻ ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ട്, വേണ്ടവർക്ക് എഴുതാം. കാരണം 1 1 1 2 2 3 3 4 4 5 5 6 6 7 7 വരെ ഇതിൻ്റെ അകത്ത് കാണും. കാരണം എന്താണ്, കുറയ്ക്കുമ്പോൾ 0 കിട്ടുന്നത്. 0 എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 1 1 ഉണ്ട്. ഇവിടെ കുറയ്ക്കുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഇപ്പോൾ 1 1 1 4 1 7. കാരണം എന്താ, 1 4 കുറയ്ക്കുമ്പോൾ 3, 1 7 കുറയ്ക്കുമ്പോൾ 6. ഇതൊക്കെ 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെ നോക്കി നോക്കി എഴുതി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ റോസ്റ്റർ ഫോമിൽ എഴുതാൻ വലിയ പാടൊന്നുമില്ല. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സാധനം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് എക്സ് എക്സ് എലമെന്റ് ഓഫ് ആർ, എക്സ് മൈനസ് എക്സിന് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. വൈ മൈനസ് എക്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് എക്സ് വൈ ഉണ്ട്. എക്സ് മൈനസ് വൈ മൾട്ടിപ്പിൾ ഓഫ്, ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ബാച്ചിലെ മക്കൾക്ക് ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ഇക്വലൻസ് തെളിയിക്കാൻ വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ നോക്കി, അതായത് വൈ മൈനസ് എക്സ് ഈസ് ആൻ ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്, അത് നോക്കി എഴുതുക. എക്സ് മൈനസ് എക്സ് മൾട്ടിപ്പിൾ ഓഫ് 3, അതുകൊണ്ട് എക്സ് എക്സ് ഉണ്ട്. അടുത്ത എക്സ് വൈയും വൈ എക്സും ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ആ സെന്റൻസ് അതേപോലെ നോക്കി എഴുതിയാൽ മതി. എക്സ് വൈ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ വൈ മൈനസ് എക്സ്, അപ്പോൾ വൈ എക്സ് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ എക്സ് മൈനസ് വൈ. അടുത്ത എക്സ് വൈ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ വൈ മൈനസ് എക്സ്, വൈ ഇസഡ് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഇസഡ് മൈനസ് വൈ, എക്സ് ഇസഡ് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഇസഡ് മൈനസ് എക്സ്. അങ്ങനെ ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവരും എഴുതി കാണും, എനിക്ക് ഉറപ്പുണ്ട്. റിലേഷൻ ഫംഗ്ഷൻ പഠിച്ച മക്കൾ എഴുതി കാണും. സോ അതുകൊണ്ട് ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി ഇക്വലൻസ് ക്ലാസ് എഴുതാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ 1ന്റെയും ഈ 1ന്റെ കൂടെയുള്ള 1ന്റെ പേരിലുള്ള ആൾക്കാരാണ് ഇക്വലൻസ് ക്ലാസ്. അതായത് 1ഉമായിട്ട് റിലേഷനിൽ ഏർപ്പെട്ട ആരൊക്കെയാണ്? 1 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്. അതിനെ സെറ്റിനകത്ത് അങ്ങനെ എഴുതിയാൽ മതി. 1 4 7. സിമ്പിൾ പരിപാടി. നെക്സ്റ്റ് മെട്രിക്സിൽ നിന്നാണ്. സെയിം നമ്മൾ ബാച്ചിലെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. അതായത് എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു മാർക്ക് വീണു. ഒരു മാർക്കല്ലേ, അര മാർക്ക് കേട്ടോ. എന്നിട്ട് എ ട്രാൻസ്പോസ് എഴുതി, അതായത് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു. സോ അതവിടെ ഇതേപോലെ എഴുതി. മൈനസ് എ എന്ന് പറയുമ്പോൾ മൈനസ് ഇട്ട ശേഷം എ അതേപോലെ നോക്കി എഴുതിയതേ. എന്നിട്ട് ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു, എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈനായി. ഇനി നേരെ ഇക്വേറ്റ് ചെയ്താൽ മതി. ദേ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് -2. ഓക്കെ. അതേപോലെ വൈ എന്ന് പറയുന്നത് വൈയുടെ നേരെ -y ആണ്. സോ വൈ ഈക്വൽ ടു -y എന്ന് എഴുതി. അപ്പോൾ ഈ -y ഇപ്പുറത്ത് വരുമ്പോൾ +y ആയി. y + y എന്ന് പറയുമ്പോൾ 2y ആണ്. ഇതിനകത്ത് y എന്ന് പറയുമ്പോൾ 0/2 0 എന്ന് കിട്ടും നമ്മുടെ y. അപ്പോൾ x 2ഉം y 0 ആണ് ആൻസർ. ഓക്കെ. അതിന്റെ ബി പാർട്ട് സം ഓഫ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ആണ്. എല്ലാ മക്കളും എഴുതി കാണും. എക്സാമിന്റെ തലേ ദിവസം ലൈവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. എ എഴുതുക, എ ട്രാൻസ്പോസ്, എ പ്ലസ് എ ട്രാൻസ്പോസ്, എ മൈനസ് എ ട്രാൻസ്പോസ്, എല്ലാവരും എഴുതി കാണും. അത് ഏത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ തെളിയിച്ചു. കറക്റ്റാണ്, പക്ക കറക്റ്റാണ്. ഇവിടെ ഒന്നും പറയാനില്ല, എല്ലാവരും പഠിച്ച കാര്യമാണ്. ഇവിടെ 2/2 മെട്രിക്സ് ആയി ചോദിച്ചാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലേ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് എന്നായിരുന്നു. ലോക്കൽ മിനിമ ലോക്കൽ മാക്സിമം കണ്ടുപിടിക്കാനാണ്. സോ ലോക്കൽ മാക്സിമ എക്സ് ഇസിക്കൽ ടു -1, -1 കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുമ്പോൾ ലോക്കൽ മാക്സിമയും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ലോക്കൽ മിനിമയാണ്. തിരിഞ്ഞു പോകരുത്. സോ എക്സ് ഈക്വൽ 2 ആണ് ലോക്കൽ മിനിമ, എക്സ് ഈക്വൽ ടു -1 ആണ് ലോക്കൽ മാക്സിമ. പിന്നെ ഗിവൺ ദാറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ ഈസ് 20 സെന്റിമീറ്റർ. ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ പെരിമീറ്ററിന്റെ ഇത് ഇമ്പ്രൂവ്മെന്റ് മക്കൾ എഴുതി കാണത്തുള്ളൂ. പെരിമീറ്റർ 20 ആണ്. സോ 2 × x + y, അതായത് 2 × l + b എന്നാണല്ലോ പെരിമീറ്റർ. അതുകൊണ്ട് 2 × x + y = 20. ഇവിടെ എക്സും വൈ ആണ്, ലെങ്തും ബ്രെഡ്ത്തും. അപ്പോൾ x + y 10 എന്ന് കിട്ടും. y = 10 - x ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തു. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് ദി സ്ക്വയേഴ്സ് മിനിമം എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി സൈഡ്സ് ആണ്. സൈഡ്സ് എക്സും വൈയും ആയതുകൊണ്ട് x² + y² എന്ന് എഴുതാം. ഇനി ഈ വൈയുടെ ടേം നമ്മൾ എക്സിന്റെ ടൈമിലേക്ക് മാറ്റും. അതുകൊണ്ട് 10 - x എടുത്ത് ഈ വൈക്ക് പകരം ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യും. a - b² വെച്ച്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടും. 2x² - 20x + 10 എന്ന് കിട്ടും. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ഈക്വൽ 0 എന്ന് ഇട്ട് കൊടുക്കുക. സോ x = 5 കിട്ടും. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. 4 എന്ന് കിട്ടി. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മിനിമം ആണ്. അപ്പോൾ എന്ത് കിട്ടി? x = 5 കിട്ടി. y എന്ന് പറയുന്നത് ഇവിടെ ഇട്ട് കൊടുക്കുക.
10 - x അല്ലേ, അപ്പോൾ 10 - 5 5 എന്ന് കിട്ടും. അപ്പോൾ x 5 y 5, x 5 y 5 ഈ രണ്ട് സൈഡും ഒരേപോലെയാണ്, ഒരേ ലെങ്ത് ആണെങ്കിൽ എന്ത് പറയാം, അതൊരു സ്ക്വയർ ആണെന്ന് പറയാൻ മേലെ. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ. അതുകൊണ്ട് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ഈസ് മിനിമം വെൻ ഇറ്റ് ഈസ് സ്ക്വയർ. സ്ക്വയർ ആകുമ്പോഴാണ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് സൈഡ്, റെക്ടാംഗിളിന്റെ സൈഡുകളുടെ സമ്മ് മിനിമം ആകുന്നത് സ്ക്വയർ ആകുമ്പോഴാണ് എന്ന് നമ്മൾ തെളിയിച്ചു. നെക്സ്റ്റ് ഏരിയ കണ്ടുപിടിക്കാനാണ് മക്കളെ. ഞാൻ സേ മക്കളോട് പ്രത്യേകം, ഇമ്പ്രൂവ്മെന്റ് മക്കളല്ല, സേ മക്കളോട് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് മക്കളെ. ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. സേ മക്കൾ കാണുന്നുണ്ടാവും, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ആ ഒരു വൺ ഷോട്ട് ആയിട്ടാണ്, ബാച്ചിലില്ലാത്ത മക്കളോട് പറയുകയാണെ, ഞാൻ വൺ ഷോട്ട് ആയിട്ടാണ് ഇവർക്ക് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ കൊടുത്തത്. അത് പഠിക്കാനുള്ള ട്രിക്ക് ഉപയോഗിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു തോന്നുന്നു. ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ നിങ്ങൾ 4 മാർക്കിടാൻ മക്കളെ ഞാൻ പഠിപ്പിക്കുന്ന ഈ ഒരു വൺ ഷോട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ എന്തോ വീഡിയോ ഉള്ളായിരുന്നു. അതിനകത്ത് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഏത് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ, ഞാൻ അത് മാത്രം. കാരണം ഒരു ചാൻസ് ആണ്, നിങ്ങൾ ഇന്റഗ്രൽ അറിയാമെങ്കിലും കുഴപ്പമില്ല, ഞാൻ പഠിപ്പിക്കുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക മക്കളെ. നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറേ മക്കൾ, അത് സേ മക്കൾ, തോറ്റുപോയ മക്കള് ഇത് എഴുതി ശരിയാക്കിയിട്ടുണ്ട്. ആ 4 മാർക്ക് കിട്ടിയതിന്റെ സന്തോഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രിക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് കാണുമ്പോൾ അറിയാം. ഈ റൈറ്റ് സൈഡ് 25 ആണെങ്കിൽ ആൻസർ 25 പൈ ആണ്. അതിലേക്ക് എത്തിച്ചാൽ മതി. റൈറ്റ് സൈഡ് 36 ആണെങ്കിൽ ആൻസർ 36 പൈ ആണ്. ഒന്നെങ്കിൽ എലിപ്സ് വരും അല്ലെങ്കിൽ സർക്കിൾ വരും എന്നൊരു ചാൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ച സേ മക്കൾ, എൻ്റെ ബാച്ചിലെ മക്കളോട് ഞാൻ പറയുവാണ്. കുറേയധികം കുട്ടികൾ വിട്ട് കാണും, പക്ഷെ എങ്കിലും കുറേ കുട്ടികൾ ഇന്റർണൽ ക്വസ്റ്റ്യൻ എഴുതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എക്സാം കഴിഞ്ഞ് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏതായാലും ആ പഠിച്ച ക്വസ്റ്റ്യൻ, അത് ഇന്റഗ്രൽ അറിയാൻ വയ്യാത്ത മക്കൾ, ഇന്റഗ്രൽ പഠിപ്പിച്ചിട്ടില്ല ഞാൻ അവരെ. ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ ഒരു 4 മാർക്കിന്റെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു മാക്സിമം ഒരു 40-45 വരെ പഠിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ബാച്ചിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. മക്കൾ കുറേ പേർക്ക് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞതിൽ അതിനേക്കാൾ സന്തോഷമായി കേട്ടോ. എന്തായാലും ആൻസർ 25 പൈ എന്ന് വരും. സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്. ഇവിടെ എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഈക്വൽ ടു 0. അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഓർഡർ 1 ആണ്, ഡിഗ്രി 1 ആണ്. കറക്കി കുത്തി എഴുതിയിട്ടുണ്ടെങ്കിലും ഓർഡർ 1 ഡിഗ്രി 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. എക്സാമിൻ്റെ അലോസ് ഞാൻ പറഞ്ഞാണ് 1 മാർക്കിൻ്റെ ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. സോ വൈയുടെ ടൈം ഒരു സൈഡിലേക്ക് എടുത്തു, ഡി വൈ ബൈ വൈ ഡി എക്സ് ബൈ എക്സ് ഇൻ്റഗ്രൽ എടുത്തു. 1 ബൈ വൈയുടെ ഇൻ്റഗ്രൽ ലോഗ് വൈ, 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ്. കോൺസ്റ്റന്റ് നമ്മൾ എല്ലാം ലോഗിലായതുകൊണ്ട് അതിനെ ലോഗ് സി എന്ന് കൊടുത്തു. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് എ ബി എന്ന് എഴുതാം. അതുകൊണ്ട് ലോഗ് എക്സ് സി എന്ന് എഴുതി. രണ്ട് സൈഡിൽ ലോഗ് ക്യാൻസൽ ചെയ്തു. സോ വൈ ഈസ് ഈക്വൽ ടു സി എക്സ്. അത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് കിടക്കട്ടെ. അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈക്ക് 0യും എക്സിന് 1 ഇട്ട് കൊടുക്കുക. വൈക്ക് 0 ഇട്ട് കൊടുത്തു, എക്സിന് 1 ഇട്ട് കൊടുത്തു. സോ സി എന്ന് പറയുന്നത് 0 കിട്ടി. അതിനകത്ത് ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. വൈ ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എക്സ്. സോ വൈ എന്ന് പറയുന്നത് 0 കിട്ടും. അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. നെക്സ്റ്റ് 14ാമത്തെ ലാംഡ കണ്ടുപിടിക്കാനാണ്. മക്കളെ വളരെ സിമ്പിൾ, ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് 0 ആയിരിക്കും. സോ എയും ബിയും തന്നിട്ടുണ്ട്, രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്. സോ എ ഡോട്ട് ബി 0 ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം. ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്, അത് ഈക്വൽ ടു 0. അതിൻ്റെ അകത്തുനിന്ന് 2 - 2 ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0. 2 + 4 ഈക്വൽ 2 ലാംഡ. അപ്പോൾ ഈ -2 ലാംഡ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു, +2 ലാംഡ ആയി. 6 ഈക്വൽ 2 ലാംഡ. ലാംഡയുടെ വാല്യൂ 3 എന്ന് കിട്ടി കാണും. വളരെ സിമ്പിൾ. ഏകദേശം എത്ര മാർക്കാണ് അതിന്? 2 മാർക്കാണ് പലരും എഴുതിയിട്ടുണ്ട്, സ്കോർ ചെയ്ത് കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫയും ബീറ്റയും എന്നുണ്ട്, ഗാമ നമുക്ക് തീറ്റയും നിൽക്കാം. L² + M² + N² = 1. അതായത് ഡയറക്ഷൻ കോസൈൻ തമ്മിലുള്ള റിലേഷൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു 1/2 മാർക്ക് നിങ്ങൾക്ക് കിട്ടാം. എല്ലാം എന്ന് പറഞ്ഞാൽ കോസ് ആൽഫയാണ്. സോ കോസ് ആൽഫയുടെ സ്ക്വയർ, കോസ് ബീറ്റയുടെ സ്ക്വയർ, കോസ് ഗാമയുടെ സ്ക്വയർ, ആൽഫ ബീറ്റ ഗാമയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കോസ് π/3യുടെ സ്ക്വയർ, അതായത് 1/2ൻ്റെ സ്ക്വയർ, 1/√2ൻ്റെ സ്ക്വയർ, കോസ് സ്ക്വയർ തീറ്റ. ഇത് LCM എടുക്കുമ്പോൾ 3/4 എന്ന് കട്ട് ചെയ്ത് കിട്ടും. 3/4 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -3/4. സോ കോസ് സ്ക്വയർ 1/4 എന്ന് കിട്ടും. റൂട്ട് എടുക്കുമ്പോൾ 1/2 എന്ന് കിട്ടും. കോസ് തീറ്റ 1/2 ആകുന്ന ആംഗിൾ π/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 60 ഡിഗ്രി എന്ന് എഴുതാം. ഏത് എഴുതിയാലും സെയിം ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓക്കെയാണ്. നെക്സ്റ്റ് മക്കളെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് 4 മാർക്കിന് വരുമെന്ന് പറഞ്ഞ് അതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, എസ് എ ക്വസ്റ്റ്യൻ 2 16,
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 20, പിന്നെ നമ്മുടെ സമ്മോ സിമെട്രി സ്ക്യൂ സിമെട്രിക്ക് 22, പിന്നെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ 4 26. അപ്പം തന്നെ ഇത്രയും ഒരു 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ 26 മാർക്കായി. യെസ്, നമുക്ക് നോക്കാം. അപ്പോൾ A2-A1 പലരും ശരിയാണോ നോക്കാൻ വേണ്ടി ഇരിക്കുമായിരിക്കും. A2-A1 ഇങ്ങനെ കിട്ടിക്കാണും. B1 ക്രോസ് B2 കണ്ടുപിടിച്ചു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ √18 എന്ന് കിട്ടും. മക്കളെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ പോസ് ചെയ്ത് നോക്കുകയോ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഡോട്ട് എടുക്കുമ്പോൾ -12 ഇട്ടു. ആൻസർ മോഡുലസ് നിന്ന് മാറ്റുമ്പോൾ പോസിറ്റീവ് ആകും. 12/√18 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ആൻസർ ശരിയാണ്. 12/√18. വേണമെന്നെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. 12/√18 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബിലിറ്റി എന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എയും ബി 2 ഇവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ട്രൂ? P of B ഗിവൺ A 1 ആണെന്നുണ്ട്. സോ A സബ്സെറ്റ് ഓഫ് B എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. രണ്ടാമത്തത് നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻ മക്കളെ. പ്രോബബിലിറ്റിയിലെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് പഠിച്ചുകൊണ്ടേ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. സോ ബാച്ചിലെ മക്കൾ ഇത് സ്കോർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ 30 മാർക്കിൻ്റെ അടുത്തായി. 18 മാർക്കും 12 മാർക്കും ഒക്കെ വേണ്ട മക്കൾ 30 മാർക്കിൻ്റെ അടുത്തായി. അതാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. പ്രോബിലിറ്റിയിലെ ബാഗിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചു, അതുപോലെ മെഷീൻ്റെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു, ടഫ് ക്വസ്റ്റ്യൻ 2-3 പഠിപ്പിച്ചു. ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ബേസ് തിയറത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് മാത്രം മാറ്റുള്ളൂ, സെയിം ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 5/9 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മക്കളെ ഫുൾ മാർക്ക്. 5/9 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് പറഞ്ഞു. ഇത് കാണുമ്പോൾ പഠിക്കാത്ത മക്കളാണെങ്കിൽ ഓർക്കും ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് എഴുതാനേ ഉള്ളൂ. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ സന്തോഷമുണ്ട് എനിക്ക്. ആ സന്തോഷമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇതൊക്കെ സിമ്പിളായിരുന്നു. കാരണം നമ്മുടെ ഈ പബ്ലിക് എക്സാം 2026 മാർച്ചിൽ നടന്ന പബ്ലിക് എക്സാമിന് പ്രോബിലിറ്റിയിൽ നിന്ന് കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിലൊരു വലിയൊരു സന്തോഷമുണ്ട്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്സിലാണ് dy/dx കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടും. -2 - y / x - cos y. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, y + 2 / cos y - x. എല്ലാം നേരെ പോസിറ്റീവ് ആകും. തിരിച്ചെഴുതിയാലും ആൻസർ ശരിയാണ് കേട്ടോ. സെക്കൻഡ് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. x = a × θ - sin θ, y = a × 1 + cos θ. dx/dθ കണ്ടുപിടിക്കും, dy/dθ കണ്ടുപിടിക്കും, ഇട്ട് കൊടുക്കും, വെട്ടിക്കളയും. സോ -sin θ എന്ന് കിട്ടി, /1 - cos θ. ഇവിടെ കൊണ്ട് നിർത്തരുത്. sin θയ്ക്ക് 2 sin θ/2 cos θ/2 ഇട്ട് കൊടുക്കുക. 1 - cos θയ്ക്ക് 2 sin square θ/2 ഇട്ട് കൊടുക്കുക. 2 കട്ട് ചെയ്യുക. sin θ/2 ഒരു sin θ/2 കട്ട് ചെയ്ത് കളയും. cos/sin എന്ന് പറയുമ്പോൾ കോട്ട് ആണ് ആൻസർ. cot θ/2 -cot θ/2 എന്ന് കിട്ടും ആൻസർ. എൻ്റെ നെക്സ്റ്റ് ഇച്ചിരി ലെങ്തി ആയിരുന്നു. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇച്ചിരി ലെങ്തി ആണ്. വേണ്ടവർക്കൂടെ നോട്ട് ചെയ്യാം. ഞാൻ അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. y = എന്ന് എഴുതി, dy/dx കണ്ടുപിടിച്ചു. ഇവിടെ പ്രോഡക്റ്റ് റൂളൊക്കെ വരും, അതേപോലെ ചെയിൻ റൂളും വരും. എന്നിട്ട് ഞാനിവിടെ ചെയ്യണം, ഈ ഡിവൈഡർ/x കട്ട് ചെയ്യാൻ വേണ്ടി x കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ എല്ലായിടത്തും x, ഇവിടെ x വന്നു, ഇവിടുത്തെ x പോയി, ഇവിടുത്തെ x പോയി. 2 സൈഡിൽ ഡെറിവേറ്റീവ് എടുത്തു. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. യെസ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുത്തു. വീണ്ടും ഒരു എക്സിൻ്റെ ടേം വന്നു, വീണ്ടും x വെച്ച് ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന d²y/dx² കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ -y എന്ന്, ഓക്കെ, ഇവിടെ മൈനസ്, ഇതിൻ്റെ അകത്ത് നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്ത ശേഷം ഇത് മൊത്തം y ആണ്. സോ ഇതിന് പകരം y എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ x dy/dx ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ -x dy/dx എന്നായി. ഈ x² ഇപ്പുറത്തോടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ d²y/dx² മാത്രം ലെഫ്റ്റ് സൈഡിൽ, ബാക്കിയല്ല ഇപ്പുറത്ത്. ഇനി ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. x dy/dx ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. y-ക്ക് പകരം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ എഴുതുമ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. d²y/dx² = ഇവിടെ കൊണ്ട് നിർത്തല്ലേ, കാരണം റൈറ്റ് സൈഡ് dy/dxന്റെ ടേം ഉണ്ട്, അത് മാറ്റണം. സോ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. സോ ഇതാണ് ഫൈനൽ ആൻസർ. ഇച്ചിരി ലെങ്തി ആണ്. കുറച്ച് കുട്ടികളെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുറച്ച് കുട്ടികളെങ്കിലും ചെയ്ത് കാണും. നെക്സ്റ്റ് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ 6 മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡിറ്റർമിനൻ്റിലെ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് മക്കളെ. ഇവിടെ ഓൾറെഡി ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് ആൻസർ 402 എന്ന്. ആൻസർ കറക്റ്റ് ആണ്. സോ ഡിറ്റർമിനൻ്റ് 5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ കറക്റ്റ്. അടുത്ത കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചു, അഡ്ജിയെ കണ്ടുപിടിച്ചു, A ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. ഇതെല്ലാം ഓൾറെഡി പഠിപ്പിച്ചത് തന്നെയാണ്, അത് തന്നെ വന്നിട്ടുണ്ട്. തലേദിവസം ഞാൻ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ. തലേദിവസം ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മാർക്ക് ചെയ്യുക. 16, 17, 18, 19 ഏതെങ്കിലും ഒരെണ്ണം ഇതായിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ലൈവ് തുടങ്ങിയത്. കണ്ട മക്കൾക്ക് ഉറപ്പായിട്ടും കിട്ടിക്കാണും. സോ ലാസ്റ്റ് ആൻസർ x4 y0 z2 എന്ന് കിട്ടിക്കാണും. 19ാമത്തെ ഇൻ്റഗ്രലിൽ നിന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്.
സോ ഇമ്പ്രൂവ്മെൻറ്റ് മക്കൾ ചെയ്ത് കാണും. ഇതിൻ്റെ ആൻസർ ഫസ്റ്റത്തെ ആൻസർ 1/4 log mod x - 5/x - 1 + c എന്ന് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. സോ x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൻസർ സിമ്പിളായിട്ട് കിട്ടും, 1/2 × e⁻x² എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റത്തെ i എന്ന് എടുത്തു, എന്നിട്ട് നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രലിലെ പ്രോപ്പർട്ടി ഉപയോഗിക്കും. π/2 എക്സിന് പകരം π/2 - x എന്ന് കൊടുക്കും. അപ്പോൾ അത് സൈൻ എന്നുള്ളത് കോസ് ആകും, കോസ് എന്നുള്ളത് സൈൻ ആകും. ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കൂട്ടും, i + i എന്ന് പറയുമ്പോൾ 2i. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ നമുക്കറിയാം π/4 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. കുറേ ടൈപ്പ് ഇതേപോലെ തന്നെയുണ്ട്, സോ ചെയ്ത് കാണും. അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. x + y x + 2y = 4 രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. ഗ്രാഫ് ഇങ്ങനെ വരും. ചിലവർക്കെങ്കിലും തെറ്റിയോ എന്നൊരു സംശയം വരും അല്ലേ. സാധാരണ കൂട്ടിമുട്ടാറുണ്ട്, ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സംശയം വന്നു കാണും, ഇത് കുറച്ച് കഴിയുമ്പോൾ കൂട്ടിമുട്ടിക്കോളും കേട്ടോ, കുറച്ചുകൂടെ നീട്ടി വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടിക്കോളും. ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല, കുഴപ്പമില്ല. ഒരെണ്ണം ട്രൂ ഒരെണ്ണം ഫോൾസും ആണ്. സോ ഒരെണ്ണം ഇങ്ങോട്ടും വരും, ഒരെണ്ണം അങ്ങോട്ടും പോകും. ഈ ഭാഗമാണ് ഷെയ്ഡർ റീജിയൻ. ഇത്രയും വരച്ച് വെച്ച് നമ്മുടെ കോർണർ പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ 4 മാർക്ക് നിങ്ങൾക്കൂടെ കിട്ടും. ചിലർ ചോദിച്ചിട്ടുണ്ട്, സാറേ ലാസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് തെറ്റുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? മക്കളെ ഇവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, കോർണർ പോയിന്റ്സ് തെറ്റാണെങ്കിൽ 3 മാർക്ക് കിട്ടും. കോർണർ പോയിന്റ്സും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എ എന്ന് പറയുന്നത് ഇവിടുത്തെ 0, 2, ബി എന്ന് പറയുന്ന 4, 0, സി എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് 6, 0, ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് 0, 6. ABCD നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ഇത് 4 എണ്ണമാണ് കോർണർ പോയിന്റ്സ്. ഇത്ര എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റത്തെ 2 മാർക്ക് ഇത് വരച്ച് എഴുതുന്നതിനാണ്. അതായത് കോർണർ പോയിന്റ്സ് ഒരു കോളം, മറ്റേ കോളത്തിൽ z = 2 എന്ന് പറയുന്ന നമ്മുടെ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ മാക്സിമൈസ് അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത്, മാക്സിമൈസ്. ഓക്കെ, അപ്പം മാക്സിമം വാല്യൂ എത്രയാണ്? 30 ആണ്. സോ ദ മാക്സിമം വാല്യൂ ഓഫ് z ഈസ് 30 at D06. ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം കിട്ടുന്നതെന്നാണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ സേ എക്സാം, സയൻസ് കുട്ടികളുടെ സേ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. ടഫാണ്, ടഫെന്ന് പറയാണ്ട്. പക്ഷേ മക്കളെ ഇത് പലരും ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യും, സാറേ ഇതാണോ ടഫ്, ഇത് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇല്ല. മക്കളെ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. പഠിച്ചോരി മക്കൾക്കും പബ്ലിക് എക്സാമിനേക്കാളും വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഞാൻ പറയുന്നു. നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് ടഫ് എന്ന് പറയുന്നത്. എൻ്റെ ബാച്ചിലെ മക്കൾ ഉൾപ്പെടെ ഇത് ചിലവർ ടഫാന്ന് പറയുന്നത്. ഉറപ്പിച്ച് പറയാം, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയാം, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് മാത്രമായിരിക്കും. ഇത് ടഫല്ല. ഞാൻ ഇതിനേക്കാളും പ്രതീക്ഷിച്ചായിരുന്നു എന്ന് മാത്രമല്ല, കുട്ടികളോട് പറയുകയും ചെയ്തു, മക്കളെ ടഫാകാൻ ചാൻസ് ഉണ്ട്, നമ്മളെ പബ്ലിക് എക്സാമിന് വന്ന പോലെ ലെവൽ കൂടി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് അതിനകത്ത് നിന്ന് കിട്ടും എന്ന് ഞാൻ അത്ര ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് വേണ്ട മാർക്കല്ല, അതിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അതായത് 25 മാർക്ക് വേണമെങ്കിൽ തന്നെ 35 മാർക്കിനപ്പുറം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എന്നെ വിശ്വസിച്ച് കറക്റ്റായിട്ട് പഠിച്ച മക്കളാണെങ്കിൽ 45 മാർക്കിനടുത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം അത്രയും സിമ്പിളായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ പോലും വളരെ സിമ്പിളായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയാം, ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയാൽ തന്നെ 2 എക്സേ ക്വസ്റ്റ്യൻ 6, 6, 12. ഒന്നും ജസ്റ്റ് ഒന്ന് ഒരു 3 ദിവസം പഠിച്ച കുട്ടിക്ക്, അല്ലെങ്കിൽ 2 ദിവസം എക്സാമിന് മുമ്പ് പഠിച്ച ഒരു കുട്ടിക്ക് ഞാൻ പറയുവാണ് 6, 6, 12 മാർക്ക്. ഓക്കെ, സേ ക്വസ്റ്റ്യൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 4 മാർക്ക്, 12, 4, 16. ആപ്ലിക്കേഷൻ ഉണ്ടോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ 16, 4, 20. മെട്രിക്സിൻ്റെ ഒരു 3 മാർക്കിൻ്റെ മറ്റേ സമ്മോ സിമെട്രിക്, അപ്പോൾ 23, 23. പിന്നെ ഏതാടാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കഴിഞ്ഞു, പിന്നെ 23 ആയേ. പിന്നെ ഏതാ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയേ? ദേ നമ്മുടെ ബാഗ് 1, ബാഗ് 2 സിമ്പിൾ. 23 അല്ലേടാ, 6, 12, 16, 20, 23, 3, 26. പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് ഇത് ലാംഡ കണ്ടുപിടിക്കണേ, 26, 28. പിന്നെ നമ്മൾ കൂട്ടി അതിൻ്റെ ആദ്യത്തേത് 29. ചുമ്മാ ഞാൻ കൂട്ടുവാണേ, സിമ്പിളായിട്ട് ഇത് മേടിക്കാൻ പറ്റും. 29, 30, 33 സിമ്പിൾ. ഇതൊക്കെ ഞാൻ കൂട്ടണില്ല, ഇതൊക്കെ കിട്ടുന്നതാണ്, വിടുവാണ്. അതൊക്കെ 30, 33 2, 35. ഫസ്റ്റത്തെ കിട്ടാൻ ചാൻസ് കുറവ്, പോട്ടെ. 35, ഇതൊക്കെ കിട്ടി. ഇതൊക്കെ ഞാൻ കൂട്ടുന്നില്ല, ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 35 കൂട്ടാം. ഫസ്റ്റത്തെ 36 കറക്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നത്. 36 രണ്ടാമത് ഞാൻ കൂട്ടുന്നില്ല, ചിലവർക്ക് എഴുതി കാണുമെങ്കിലും ഞാൻ കൂട്ടുന്നില്ല, വെറുതെ ഞാൻ കൂട്ടുകയാണ്. 36 കെയുടെ ക്വസ്റ്റ്യൻ.
38. ചുമ്മാ ഞാൻ കൂട്ടുമ്പോൾ വരെ 38 മാർക്കോളം കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ എഴുതാനുള്ള ഉണ്ട്. ഞാൻ ചുമ്മാ വേണ്ട 38 പോട്ടെ, 30 മാർക്കിന് ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കൂട്ടിയാൽ തന്നെ കിട്ടുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ടഫാന്ന് പറഞ്ഞാൽ മക്കളെ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണെന്നേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ എക്സാമിന് ഞാൻ പറഞ്ഞില്ല, ഇനിയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇത് എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുവാണ്. അപ്പോൾ ജൂലൈ ഏകദേശം ഒരു 20-ാം തീയതി 25-നുള്ളിൽ നമ്മുടെ റിസൾട്ട് വരും. മേ ബി അതിനേക്കാളും മുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ അതിനുശേഷം തോറ്റു പോവുകയാണെങ്കിൽ മക്കളെ, പിന്നെ മാർച്ചിലേ ഉള്ളൂ നിങ്ങളുടെ എക്സാം, അതും കൂടെ പറയുവാണ്. അപ്പോൾ അതിൻ്റെ മാർച്ചിലെ ബാച്ചിലെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ഞാൻ റിസൾട്ട് വന്നതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. നല്ലൊരു സിമ്പിൾ എക്സാം ആയിരുന്നു അത്. സോ കൊമേഴ്സ് കുട്ടികളുടെ ആൻസർ കീ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കൊമേഴ്സ് കീയുടെ ആൻസർ കീ ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മക്കളെ. ഓൾ ദി ബെസ്റ്റ്.